ഒരിക്കലൊരു ആചാര്യനോട് ഉത്തമ ഭക്തൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആചാര്യൻ പറയുകയാണ്, കൊക്കിനെപ്പോലെയും കോഴിയെപ്പോലെയും ഉപ്പ് പോലെയും ഇരിക്കുന്നവനാണ് ഉത്തമ ഭക്തൻ. കൊക്ക് കുളത്തിൽ നല്ല മീൻ കിട്ടാനായിട്ട് വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കും. വെള്ളത്തിൽ എന്തൊക്കെ അനക്കം വന്നാലും അതൊന്നും ശ്രദ്ധിക്കാണ്ട് തനിക്ക് വേണ്ട മത്സ്യം വരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കാത്തിരിക്കും. ഭക്തനും ഇതുപോലെയുള്ള ശ്രദ്ധ വേണം. ജീവിതത്തിൽ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി പലരുമായിട്ടും ഇടപഴകേണ്ടി വരും. പക്ഷേ അവരെയൊക്കെ ഹൃദയത്തിലേറ്റരുത്. ഹൃദയകമലത്തിൽ ഭഗവാനെ ഇരുത്തിയിട്ട് സത്സംഗത്തിനായി ഉത്തമരായ മഹാത്മാക്കൾക്കായി ശ്രദ്ധയോടെ കാത്തിരിക്കണം. ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ എന്തെന്ത് സംഭവങ്ങൾ നടന്നാലും അതൊന്നും തന്നെ ബാധിക്കാണ്ട് ഭഗവത് അനുഭവം കിട്ടും എന്ന ഉറപ്പോടെ കൊക്കിനെ പോലെ കാത്തിരിക്കണം. രണ്ടാമത് പറഞ്ഞത് കോഴിയെപ്പോലെ എന്നാണ്. കോഴി എല്ലാ ചവറുകൂനകളിലും ചെന്ന് ചികഞ്ഞ് അതിൽ നിന്ന് അതിനു വേണ്ട ഭക്ഷണം മാത്രം സ്വീകരിക്കും.